മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് ചരിത്രത്തിലാദ്യമായി ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്, ശ്വേതാ മേനോൻ. കൺഗ്രാലേഷൻസ്. ശ്വേതാ മേനോൻ ഈ പദവിയിൽ എത്തുന്നതിന് മുമ്പ് ധാരാളം പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നു. അതിലൊരു പ്രധാന പ്രശ്നമാണ് അശ്ലീലം പ്രചരിപ്പിക്കുന്നു, വേശ്യാവൃത്തി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള പോലീസ് എടുത്ത ഒരു FIR. എന്തൊരു വക്കീലെണ്ണ, ഇങ്ങനെയൊക്കെയാണ് പോലീസ് കേസെടുക്കുന്നത്? നിങ്ങൾ പോലീസുകാരെ തള്ളക്കി വിളിക്കാൻ വരട്ടെ, പക്ഷേ ഈ പോലീസുകാരോട് ഉത്തരവിട്ടത് കോടതിയായിരുന്നു. കോടതിക്ക് എന്താണ് പിലാന്ത ഇങ്ങനെയൊക്കെ ഉത്തരവിടാൻ? ഇതിൽ ചില നിയമത്തിന്റെ സങ്കീർണതകളുണ്ട്, അതാണ് ഇത്രയും പ്രശ്നമാക്കിയത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോലീസ് നമ്മൾ കൊടുത്ത ഒരു പരാതിയിൽ കേസെടുത്തില്ല എങ്കിൽ നമ്മൾ കൊടുത്ത പരാതിയും അതിന്റെ റെസീപ്റ്റും, ഉയർന്ന ഉദ്യോഗസ്ഥന് നമ്മൾ കൊടുത്ത പരാതിയും അതിന്റെ റെസീപ്റ്റുമായിട്ട് കോടതിയെ സമീപിക്കുക. അപ്പൊ കോടതി ആദ്യം ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതി കൊടുക്കുന്ന ആളുടെ മൊഴിയെടുക്കും, ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റാരോപിതനുണ്ടല്ലോ, അവർക്കൊരു നോട്ടീസ് അയക്കും. ഇത് പഴയ CRPCയിൽ ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്ന BNSSലാണ് ഈ ഒരു വകുപ്പുള്ളത്. അവർ നോട്ടീസ് കൈപ്പറ്റി കോടതിയിലെത്തി അവരുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ പോലീസിനോട് FIR എടുക്കാൻ പറയുകയോ അല്ലെങ്കിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയോ ചെയ്യുമായിരുന്നുള്ളൂ. ഈ കേസിലും അപ്രകാരം തന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. പരാതിക്കാരന്റെ മൊഴിയെടുക്കുന്നു, ഡോക്യുമെന്റുകൾ പരിശോധിക്കുന്നു. എന്നാൽ ഇതിലെന്തോ ഒരു അവ്യക്തത തോന്നിയത് കൊണ്ട് കോടതി ശ്വേതാ മേനോന് നോട്ടീസ് അയക്കുന്നു. ശ്വേതാ മേനോൻ ഈ പരാതി കണ്ടിട്ട് അതൊരു ഗൗരവ സ്വഭാവമുള്ള ഒന്നായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവില്ല, കോടതി വിളിച്ചിട്ട് പോയിട്ടും ഉണ്ടാവില്ല. പിന്നെ കോടതിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, ഞാൻ നോട്ടീസ് അയച്ചിട്ടും വന്നിട്ട് അവരുടെ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തായാലും ഈ പരാതി തള്ളിക്കളയാൻ പറ്റില്ല, പോലീസിന് കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഓർഡർ ഇടാനേ പറ്റത്തുള്ളൂ. അപ്രകാരം കോടതി ഓർഡർ ഇടുകയും പോലീസ് അപ്രകാരം ഒരു FIR ഇടുകയും ചെയ്തു. അന്തരണ പോലീസിന് കണ്ടില്ലേ? ഈ പൊട്ട പരാതി വായിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവാത്തത് ഇതിനകത്ത് കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ലെന്ന്? കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ പോലീസിന് അതനുസരിച്ചേ പറ്റൂ. ഈ പരാതിയിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ തുണിയഴിച്ച് അമ്മാനമാടുന്ന ചില പെൺകിളികൾക്ക് ഇതൊരു താക്കീതാണ്. ശ്വേതാ മേനോനെതിരെ FIR ഇട്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കെതിരെയും FIR എപ്പോഴും വേണോ വീഴാം. കോടതിയിൽ നിന്നായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും സമൻസോ നോട്ടീസോ ഇനിയല്ല പോട്ടൊരു തുണ്ട് കടലാസ് വന്നാൽ പോലും അത് കാര്യഗൗരവമായി കാണണം, വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളണം. അത് വെറുതെ നിസ്സാരമായി കാണരുത്. നിസ്സാരമായി കണ്ടിട്ട് പിന്നെ അയ്യോ പൊത്തോന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും ആവില്ല.